ഹായ്, അപ്പോൾ ഷിൽമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുമ്പം അതിനൊരു സ്പെഷ്യൽ മസാലയാണ്. ആ സ്പെഷ്യൽ മസാലയിട്ട് വെക്കുന്ന സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ എടുത്തു കഴിഞ്ഞു. 4 പീസാണ്, നല്ല വലിയ പീസ് 4 എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിനെ ഒന്ന് പദം വരുത്തണം, ചിക്കനൊന്ന് കേട്ടോ. അതെന്തിനാണെന്നറിയാമല്ലോ, നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ അടുക്ക ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് നന്നായിട്ട് കുത്തി കുത്തി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ആ സുഷിരങ്ങളിൽ കൂടെ മസാല എല്ലാം അതിനകത്ത് കയറിക്കോളും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇനി അതിനുള്ള സ്പെഷ്യൽ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു 12 മുളക് എടുത്തിട്ടുണ്ട്. വറ്റൽ മുളകാണ്. അത് മുളകിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കുതിർത്തെടുത്ത, വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത മുളകാണ് കേട്ടോ. 12 എണ്ണം. അത് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മളൊരു 3-4 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്തൊരു 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഒരു 5-6 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറിയ ഉള്ളിയാണ്, ചുവന്നുള്ളി. ചെറിയ ചുവന്നുള്ളി ഞാനൊരു 12 കഷ്ണം തന്നെ ഇട്ടിട്ടുണ്ട്. സാമാന്യം വലിപ്പമുള്ള ചെറിയ ഉള്ളി കഷ്ണങ്ങൾ ഒരു 12 എണ്ണം. ഇനി ഇടേണ്ടത് മസാലപ്പൊടി. സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ചതാണ്, ഞാൻ തന്നെ പൊടിച്ചെടുത്ത മസാലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് അതിനകത്ത് കുറച്ച്, അതായത് 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകം ഇടണം കേട്ടോ. ഈ പെരിഞ്ജീരകം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ്. പച്ച പെരിഞ്ജീരകത്തിൻ്റെ ആ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ചിക്കനിന് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ അതിട്ട് കൊടുത്തു. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു ആടി അരച്ച് കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് കറിവേപ്പില ഇടുന്ന കാര്യം ഞാൻ ഓർത്തത് കേട്ടോ. കറിവേപ്പില ഒരു 2-3 തണ്ട് ഇട്ട് കൊടുക്കാം. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ ഫ്ലേവർ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി മസാലയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണം എടുത്തു. ചിക്കൻ പീസസിൻ്റെ അകത്തേക്ക് നിറച്ച് ആ മുളക് അങ്ങോട്ട് ഇടുക. നന്നായിട്ട് അതിനെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഈ മുളക് തേച്ച് പിടിപ്പിക്കാൻ സ്പൂൺ വെച്ചൊന്നും പോരാ, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കൈ കൊണ്ട് തേച്ചാലേ അതിൻ്റെ അകത്ത് എല്ലാം പിടിക്കത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് ഇട്ടില്ലായിരുന്നു അരച്ചപ്പം, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നല്ലോണം അങ്ങോട്ട് ഇതിലേക്കൊക്കെ ഇങ്ങനെ പെരട്ടി എടുക്കണേ. ഒരു കാര്യം ഞാൻ മറന്നുപോയി, ഇതിനകത്തേക്ക് ഇത്തിരി നാരങ്ങാനീര് ഒഴിക്കണം കേട്ടോ. ആദ്യം അഴിച്ചു കൊടുക്കേണ്ടതാണേ. നാരങ്ങാനീര് ഞാൻ ഇത്തിരി ഒന്ന് മറന്നുപോയി കേട്ടോ ഒഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഒഴിച്ചെന്നേ ഉള്ളേ. നാരങ്ങാനീര് ഒഴിക്കണം ഇത്തിരി. ഓക്കെ. വെള്ളം ഒരു ശകലം പോലും ആയിരുന്നു. ചിക്കൻ നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഇത് പുരട്ടി വയ്ക്കാൻ. ഇപ്പോൾ ദാ എല്ലാം നന്നായിട്ട് പുരട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു 15 മിനിറ്റ് നേരത്തേക്കെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല എല്ലാം പിടിച്ച് നല്ല റെഡി ആയിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഈ ചിക്കൻ പീസസൊക്കെ കൂടെ ഒരു കുക്കറിനകത്തിട്ട് വെച്ച് ഒരു അടി അടിക്കണം കേട്ടോ. കുക്കറിനകത്ത് വെച്ച് ഒരു വിസിൽ കേൾപ്പിക്കുക. ഒരു വിസിലെന്ന് പറഞ്ഞാൽ നല്ല കുക്കറാണെങ്കിൽ ഒരു വിസിൽ, നല്ലോണം പ്രഷർ നിൽക്കാത്ത കുക്കറൊക്കെ ആണെങ്കിൽ 2-3 വിസിൽ കേൾപ്പിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് അടച്ച് വെച്ച് നമ്മൾ അതിനെ ഒന്ന് വിസിൽ കേൾപ്പിക്കുക. അതേ നമ്മുടെ ചിക്കൻ ഞാൻ കുക്കറിനകത്തിട്ട് കണ്ടേ നന്നായിട്ട് വെന്തിരിക്കുന്ന ചിക്കനാണ് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, ഫ്രൈ പാനിലിട്ടൊന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ ഫ്രൈ പാൻ വെച്ചു, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിട്ട് കൊടുക്കാം.
അപ്പം ചിക്കൻ ഫ്രൈ ആകുന്നതിനനുസരിച്ച് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്തേക്കണേ. മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല അടിപൊളിയാക്കി വറുത്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അല്ലേ? നന്നായിട്ട് ഫ്രൈ ആയി. ഇനി ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. നമ്മളവിടെ എടുത്ത് വെച്ചിരിക്കുന്ന അതായത് മസാല ഇഷ്ടംപോലെ മിച്ചം ഇരിപ്പുണ്ട് കേട്ടോ. കുക്കറിനകത്ത് മസാല ഇരിപ്പുണ്ട്. ആ മസാല എടുത്ത് ഫ്രൈ ആയി കഴിഞ്ഞ് ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുത്തൊന്ന് അതിനെ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ആ മസാലയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ, മുഴുവനായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ടേസ്റ്റ് മുഴുവനായിട്ട് വരണമെങ്കിൽ ആ മസാല സൈഡിലെടുത്ത് വെച്ച് ഒന്നും കൂടെ ഇടണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആ മസാല എടുത്ത് ഞാൻ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മസാല ഇതിൽ ആദ്യം തന്നെ വരട്ടിയാലുണ്ടല്ലോ കരിഞ്ഞു പോകും. ഒത്തിരി മസാല വെച്ച് ഫ്രൈ ചെയ്യാൻ നോക്കിയാലേ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ സൈഡിൽ ആ മസാലയൊക്കെ ഇട്ടു. മസാല ഒരു 2 മിനിറ്റ് കൊണ്ട് മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് മൂത്ത് കഴിയും. അപ്പോഴേക്കും നമുക്കതിനെ എടുത്ത് ഇപ്പം കണ്ടോ എല്ലാം റെഡിയായില്ലേ. അപ്പം അങ്ങനെ ചിക്കനെല്ലാം നല്ല മസാലയൊക്കെ പുരണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് ഇത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇപ്പോൾ 1:30 മണിയായി, നമുക്ക് ഉണ്ണാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഊണിലേക്ക് കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്.